അതുകൊണ്ട് ഒന്നാമതായി നിസ്കാരം ഗൗനിച്ചോ, നിസ്കാരം നല്ലതുപോലെ ശ്രദ്ധിച്ചോ, എങ്കിൽ രക്ഷപ്പെടും. തഹജ്ജുദൊക്കെ പതിവാക്കി. കഴിഞ്ഞ റമദാനിൽ തുടങ്ങി വെച്ചത് ആചാര്യ ഏതാ ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതാ ഉള്ളത്? ഇടയത്താഴം കഴിക്കാൻ എഴുന്നേക്കുന്നത് അതില്ല, കാരണം നോമ്പില്ലല്ലോ. ഫുഡ് വരണമെങ്കിൽ 2 ഓംലേറ്റ് പൊരിച്ചു തരുമെങ്കിൽ രാവിലെ എഴുന്നേക്കും, എല്ലാം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങും, അത്രയേ ഉള്ളൂ. അതില്ലാത്തതുകൊണ്ട് തഹജ്ജുദും ഇല്ല. ഉണ്ടോ? തഹജ്ജുദ് പതിവാക്കുന്നവർ എത്ര പേരുണ്ട്? പതിവാക്കുന്നവർ മുടക്കാതെ കൈർത്തണ്ട. കൈർത്തം പറഞ്ഞാൽ പിന്നെ ഉള്ളതും കൂടി പോകും. അള്ളാഹുമുള്ള സാലിഹ്യങ്ങൾ ചേർക്കണം. തഹജ്ജുദ് പോയി. പിന്നെന്താ ഉള്ളത്? തഹജ്ജുദിന്റെ സമയത്ത് ഇരുന്നിട്ട് ഒരു 100 ഇസ്തിഗ്ഫാർ ഉണ്ട്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അതില്ല, അത് നഷ്ടപ്പെട്ടു പോയി. സലാത്തുണ്ടോ? അത് നഷ്ടപ്പെട്ടു പോയി. ഖുർആനോത്തുണ്ടോ? ഇന്ന ഖുർആനുൽ ഫജ്രി കാന മശ്ഹൂദ, പ്രഭാത സമയത്തുള്ള ഖുർആൻ പാരായണം അല്ലാഹുവിന്റെ അടുക്കൽ സാക്ഷിപത്രമാണ്. എത്ര പേര് ഓതുന്നുണ്ട്? ഖുർആനോത്തില്ല. സുബഹി തന്നെ ഇല്ല, കടന്ന് ഉറക്കാണ്. 3 മണി വരെ ഓൺലൈനിലുണ്ട് ഹാജിയാര്, പിന്നെ ഒരൊറ്റ ഉറക്കം. 8 മണിക്ക് എഴുന്നേക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കഴിഞ്ഞ റമദാനിൽ തുടങ്ങി വെച്ച എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുണ്ട് ഉസ്താദെ. എന്താ? സുബൈക്ക് ശേഷം ഞങ്ങളെല്ലാവരും ജമാഅത്തായിട്ട് ഉറങ്ങും. വാപ്പായും ഉമ്മായും മക്കളും കുടുംബമൊക്കെ റാഹത്തായിട്ട് നല്ല പുതപ്പെട്ട് കിടന്ന് ഉറങ്ങാണ്. ഇതുവരെ മുടങ്ങിയിട്ടില്ല. അത് ഈ വർഷവും നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ആശയത്തിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. അള്ളാഹു മുളക്കാക്കട്ടെ. അതൊഴിച്ച് ബാക്കിയൊക്കെ നമ്മൾ ഒഴിവാക്കി. വിത്തറില്ല, തറാവീഹ് പരിശുദ്ധമായ ഖുർആനോത്തില്ല, വിത്തറില്ല. 3 റക്അത്ത് വിത്തർ നിസ്കരിച്ചിരുന്ന റമദാനിൽ അത് ഒഴിവാക്കി. ദുഹാ നിസ്കാരം ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി. എല്ലാം ഒഴിവാക്കി കഴിഞ്ഞു. ഫർളുകൾക്ക് മുമ്പ് ശേഷമുള്ള റവാത്തിബൊക്കെ വളരെ ശ്രദ്ധിച്ച് നിസ്കരിച്ചിരുന്ന സഹോദരിമാരുണ്ട്, അത് ഒഴിവാക്കി. ഖുർആനോതിലുണ്ട്, അത് ഒഴിവാക്കി. എല്ലാ നന്മയും കളഞ്ഞു. ഈ രീതിയുമായിട്ട് റമദാനിലേക്ക് കടന്നാൽ രക്ഷപ്പെടൂല. നമ്മൾ ഇപ്പോഴേ തുടങ്ങണം. തഹജ്ജുദൊക്കെ പതിവാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സല്ലൂ ബില്ലൈൽ വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാം. നിങ്ങൾ രാത്രിയിലുള്ള നമസ്കാരത്തെ ശ്രദ്ധിക്കണേ. ജനങ്ങൾ മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോ നിർനിദ്രനായി പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള നിസ്കാരം നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വിചാരണയില്ലാതെ മഹ്ശറിൽ സ്വർഗത്തിൽ കിടക്കുന്ന വിഭാഗമാണ് രാത്രിയിൽ തഹജ്ജുദ് പതിവാക്കുന്നവർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അർദ്ധരാത്രിക്ക് ശേഷം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. ഒന്ന് ഉറങ്ങിയൊന്ന് എഴുന്നേക്കുക. വലിയ ഉറക്കമൊന്നും വേണമെന്നില്ല, ചെറിയ രീതിക്കുള്ള ഉറക്കമായാലും മതി. ഒന്ന് ഉറങ്ങിയിട്ടൊന്ന് എഴുന്നേറ്റ് അർദ്ധരാത്രിക്ക് ശേഷം നിസ്കരിക്കാൻ സാധിച്ചാൽ ഭയങ്കര റാഹത്ത. ഒന്നും വേണ്ട. ഇപ്പൊ സുബൈ വൈകിട്ടാണ്, ഒരു 5 മണിക്ക് എഴുന്നേക്കുന്നവന് വരെ ഇപ്പൊ സുബൈ കിട്ടും, റാഹത്തായിട്ട് കിട്ടും, തഹജ്ജുദും കിട്ടും. 2 റക്അത്ത് നിസ്കരിക്കാൻ സുഖമായി പറ്റും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊന്ന് ശ്രദ്ധിച്ചു പോ. 2 റക്അത്ത് നിസ്കരിക്ക്. നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറും, എല്ലാ വിഷമങ്ങളും മാറും, എല്ലാ ഖൈറ് ബറക്കാത്തുകളും കിട്ടും. ജോലിയില്ല ഉസ്താദേ, ബിസിനസ് ഇല്ല, റാഹത്തില്ല, നല്ലൊരു വീടില്ല, നല്ലൊരു വാഹനമില്ല, മക്കളൊക്കെ പഠിച്ചിട്ടുണ്ട്, നല്ല ഉയർന്നതാകുന്ന വിദ്യാഭ്യാസമുണ്ട്, ആ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന ജോലിയില്ല എന്നൊക്കെ പറയുന്നവരെ 2 റക്അത്ത് തഹജ്ജുദ് പതിവാക്കി നോക്കുക. ഉന്നത സ്ഥാനത്തേക്ക് അള്ളാഹു എത്തിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ പറഞ്ഞതല്ലേ, ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا. രാത്രിയിൽ നിന്ന് കുറഞ്ഞ സമയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചറപ്പിലേക്ക് തഹജ്ജുദ് പതിവാക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ, മുസ്ലിമത്തുണ്ടോ, സ്തുതിക്കപ്പെടുന്ന സ്ഥാനത്തിന് അവർ അർഹരാകുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂൽ രാത്രിയിൽ കൃത്യമായി നമസ്കരിച്ചിരുന്നവരല്ലേ. ഒരൊറ്റ രാത്രി പോലും നബി തങ്ങൾക്ക് തഹജ്ജുദ് മുടങ്ങിയിരുന്നില്ല. മരണം വരെ റസൂലുള്ളാഹി പതിവാക്കിയിരുന്ന അമലാണ് രാത്രിയുള്ള നമസ്കാരമെന്ന് അറിയണേ. ആഖിറത്തിൽ നബി തങ്ങൾക്ക് കിട്ടുന്ന സ്ഥാനമാനം ചെറുതല്ല, ചെറുതല്ല. ഈ ദുനിയാവിൽ നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ സഹോദര, ചുള്ളിമാനൂരുള്ള സഹോദര സഹോദരി, നിന്റെ ജീവിത വിജയത്തിന് നിദാനമായി അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. സ്തുതിക്കപ്പെടുന്ന സ്ഥാനം വേണോ, രാത്രിയുള്ള നമസ്കാരത്തെ ഗൗനിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ونفخ في الصور فإذا هم من الأجداث إلى ربهم يصلون.
مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീനിലൂടെ ലോകരെ പഠിപ്പിക്കുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ, സൂറന്ന കാഹളത്തിലൂടെ ഒട്ടട്ടഹാസം കടന്നു വരുമ്പോ, ഖബർ പിളർന്നുകൊണ്ട് ആളുകൾ പരസ്പരം ചോദിക്കുകയാണ്, ഈ നല്ല ഉറക്കിൽ നിന്ന് ഞങ്ങൾ ആരാണ് വിളിച്ചുണർത്തിയത്? നല്ല ഗാഢനിദ്രയിലായിരുന്നല്ലോ, ഞങ്ങളെ വിളിച്ചുണർത്തിയത് ആരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹു മലക്കുകൾ മുഖേന മറുപടി നൽകുകയാണ്, ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ്വ അമ്പിയാക്കളും ലോകത്ത് കടന്നു വന്നുകൊണ്ട് പ്രബോധനം നടത്തുന്ന സമയത്ത് അവരെല്ലാവരും വിളിച്ചോതിയ ദിനമാണ് ഈ പരിശുദ്ധമായ സുദിനം. ഇത് മഹ്ശറയാണ്, മഹ്ശറയാണ്. നന്മ തിന്മകൾ ദുനിയാവിൽ ചെയ്തവരെ അതിനെല്ലാം പ്രതിഫലം നൽകുന്ന ദിവസമാണ്. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ പടച്ചറപ്പിന്റെ തിരുസവിധത്തിലേക്ക് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാണിത്. അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള ദിനമാണ്, ദിനമാണ്. ജനങ്ങൾ മുഴുവനും പടച്ചറപ്പിലേക്ക് ഓടിക്കൂടുകയാണ്. അമ്പിയാക്കൾ വരുകയാണ്. എല്ലാ അമ്പിയാക്കളും അതത് സമുദായത്തെയും വഹിച്ചുകൊണ്ട് അള്ളാന്റെ തിരുഹളിറത്തിലേക്ക് എത്തുകയാണ്. 1,24,000 അമ്പിയാ മുർസലീങ്ങൾ ഇതാ പടച്ചറപ്പിന്റെ മുന്നിലേക്ക് എത്തുകയാണ്. സർവ്വ മലായിക്കത്തുകളും കടന്നു വരുകയാണ്. യൗമ യഖൂമു റൂഹു വൽ മലായികതു സഫാ ലാ യതകല്ലമൂൻ ലാ യതകല്ലമൂൻ ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വഖാല സവാബാ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ അല്ലാഹുവിന്റെ തിരുഹളിറത്തിലേക്ക് എല്ലാവരും കടന്നു വരുകയാണ്. ലോകത്തുള്ള സർവ്വ മലായിക്കത്തുകളും റബ്ബിന്റെ മുന്നിൽ വന്നുകൊണ്ട് സഫ് സഫായി അണിനിരക്കുന്ന ദിനമത്രേ. ഈ ലോകത്തുള്ളതാകുന്ന വിശ്വാസികളും അവിശ്വാസികളും നിരീശ്വരവാദികളും യുക്തിവാദികളും ലിബറലിസത്തിന്റെ വക്താക്കളും കഴിഞ്ഞുപോയ ജനതയും വരാനിരിക്കുന്ന ജനകോടികളും എല്ലാവരും അള്ളാന്റെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അള്ളാന്റെ ഖുർആൻ തന്നെ പറയുകയാണ്, നബിയേ തറാ കുല്ല ഉമ്മത്തിൻ ജാഫിയാ, മുട്ടിൽ കെട്ടി വിറങ്ങലിച്ചുകൊണ്ടാണ് തങ്ങൾ കാണാൻ സാധിക്കും. എല്ലാവരും അള്ളാന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് ഇതാ വിളിയാളം കേൾക്കുകയാണ്. നാദാ മുനാദിൻ, മലക്ക് മുഖേന അല്ലാഹു വിളിക്കുകയാണ്. ഐനല്ലദീന കാനൂ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ യദൂന റബ്ബഹും ഖൗഫൻ വതമആ. അള്ളാഹുവിന്റെ കൂലിയെ പ്രതീക്ഷിച്ചുകൊണ്ടും റബ്ബ് ശിക്ഷ നൽകുമെന്നുള്ള ഭയത്തോടുകൂടിയും രാത്രിയിലുള്ളതാകെ നമസ്കാരത്തെ ഗൗനിച്ചുകൊണ്ട് ലോകം മുഴുവനും ഉറങ്ങുമ്പോ ഉറക്കമൊഴിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിസ്കരിച്ചതായ മുസ്ലിമുണ്ടോ? ചുള്ളിമാനൂരുള്ള ഉമ്മയുണ്ടോ? വാപ്പയുണ്ടോ? ചെറുപ്പക്കാരനുണ്ടോ? തഹജ്ജുദ് പതിവാക്കിയവരെ കടന്നു വരുക. കോടാനു 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 കോടി ജനങ്ങൾ മഹ്ശറിൽ ഒരുമിച്ച് നിൽക്കുന്നതായ ഘട്ടത്തിൽ ചില കൈകൾ ഇതാ ഉയരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവരെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്കിടയിൽ അവരെ ഒന്ന് മാറ്റി നിർത്താൻ പറയുകയാണ്. ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രത്യേകം അവരെ സെപ്പറേറ്റ് ആയി അല്ലാഹു വേർതിരിച്ചു നിർത്തുമേ. എന്നിട്ട് അല്ലാഹു മലക്കുകൾ മുഖേന അവരോട് പറയുകയാ, ഉദുഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്.
ഈ മഹ്ശറയിൽ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലക്ക് മീതെ നിർത്തി കത്തിയാളിൽ നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന ഈ വലിയതാകുന്ന മഹ്ശറയുടെ പ്രയാസത്തിൽ നിന്ന് നിങ്ങൾ നിൽക്കേണ്ടതില്ല കേട്ടോ. ഉദ്ഖുലുൽ ജന്ന ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടായി പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാളെ പടച്ച റബ്ബിന്റെ മഹ്ശറയിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് ജനങ്ങൾ മുഴുവൻ ഹിസാബിൽ നിൽക്കുമ്പോ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുന്ന വിഭാഗമാണ് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് രാത്രിയിൽ തഹജ്ജുദ് പതിവാക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ മുസ്ലിമത്തുണ്ടോ അവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ചുള്ളിമാനൂരുള്ള എല്ലാ സഹോദരങ്ങളോടും സഹോദരിമാരോടും സ്നേഹത്തോടുകൂടി കുമ്മന മുസാദിർ ഓർമ്മപ്പെടുത്താനുള്ളത്, നമസ്കാരം ചിട്ടവെക്കണേ, പ്രത്യേകിച്ച് ഫർളുകൾ ശ്രദ്ധിക്കണേ. അതിന്റെ റവാത്തിബ് സുന്നത്തുകളാകുന്നതായ ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബുകളെ ഗൗനിക്കണേ. രാത്രിയിലുള്ള തഹജ്ജുദ് ഒന്ന് ശ്രദ്ധിക്കണേ. സല്ലൂ ബില്ലൈൽ വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാം. ജനങ്ങൾ മുഴുവനും ഉറക്കിലായിരിക്കുമ്പോ ഉറക്കമൊഴിച്ചുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ തയ്യാറായോ, സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുമെന്നും നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓൺലൈനിൽ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ കഴിയുന്ന ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് സംഭാവന നൽകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇന്ന് കൊടുത്തിട്ടുള്ള നമ്പറിൽ ഇന്നത്തെ ഈ പള്ളിയിലേക്കാണ് കൊടുക്കേണ്ടത്. കാരണം നാളെ വേറെ സ്ഥലത്തുണ്ടാവും, അപ്പൊ അവിടെ വേറെ നമ്പരാവും, നാളത്തെ നമ്പറിലേക്ക് മാറിപ്പോകരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈനുള്ളതാകെ നമ്മുടെ സഹോദര സഹോദരിമാരൊക്കെ ഇന്ന് കാര്യമായി ഇൻഷാ അല്ലാഹ് സഹകരിക്കുക. അവനെ അതൊന്ന് കാണിച്ചോളൂ, പള്ളിയൊന്ന് കാണട്ടെ. ഓൺലൈനിലുള്ളവർ ലൈവ് ഒന്നും കൊണ്ടൊന്ന് തിരിച്ച് പള്ളിയൊക്കെ ഒന്ന് കാണട്ടെ, റാഹത്തായിട്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. 1.25 കോടി രൂപ ചെലവ് മുടക്കിയിട്ട് മാഷാ അല്ലാഹ് വലിയൊരു പള്ളി ചുള്ളിമാനൂര് ടൗണിൽ മാഷാ അല്ലാഹ് റാഹത്തായിട്ട് പണിതിരിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കട്ടെ. അതിനെ സഹായിച്ചവരെ സഹകരിച്ചവരൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാ അർത്ഥത്തിലും അള്ളാഹു കബൂലാക്കട്ടെ. നീട്ടുന്നില്ല, ചുരുക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നിസ്കാരം നല്ലതുപോലെ ശ്രദ്ധിച്ചോ. നിസ്കാരമാണ് ഏറ്റവും മർമ്മപ്രധാനം. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. അപ്പൊ റജബിൽ ശ്രദ്ധിക്കേണ്ടത് നിസ്കാരം. അവിടെ മുതലാ തുടങ്ങേണ്ടത്. റജബിൽ ആദ്യം തുടങ്ങേണ്ടതാ നിസ്കാരമാണ്. ഇപ്പൊ റജബ് കഴിഞ്ഞ് ഷാബാൻ കഴിഞ്ഞ് റമളാനിലേക്ക് കാലെടുക്കാൻ പോവാൻ. ഷാബാനിലോ ഹൃദയം നന്നാക്കണം. ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബഹു ശഫീഉനാ റസൂലുള്ളാഹി. ഹൃദയം നന്നാക്കിയിട്ടേ ഒരടിമയുടെ ഈമാൻ നേരെയാവും. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബഹു. നമ്മുടെ കൽബ് ശുദ്ധിയാകണമെങ്കിൽ, കൽബ് നന്നായെങ്കിൽ മാത്രമേ എന്ത് ശരിയാവുള്ളൂ? ഈമാൻ റെഡിയാവുള്ളൂ. കൽബ് ശരിയാവണം. അല്ലാതെ റമളാനൊന്നും പുൽകിട്ടുന്ന ഒരു കാര്യമില്ല. റമളാൻ മുന്നിലെത്തി, നാളെ പിറ കണ്ടാൽ മറ്റന്നാൾ ഒന്നാണ്. ഒരാളോടും വെറുപ്പുണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ ഹൃദയം നമുക്കുണ്ടോ? ഒരാളോടും വിദ്വേഷമുണ്ടാകാൻ പാടില്ല, പക വരില്ല, അസൂയ പാടില്ല. ഒരാളോടും ദേഷ്യമില്ല, ശത്രുതയില്ല. അങ്ങനത്തെ ഒരു ജീവിതം നമുക്ക് വരണം. അപ്പോഴാണ് കൽബ് ശരിയാവുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഇന്ന ഫിൽ ജസദി മുളഗത. തീർച്ചയായും ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു. ആ മാംസപിണ്ഡം ശരിയായാൽ ശരീരത്തെ എല്ലാ അവയവങ്ങളും നന്നാവുകയാണ്. അതെങ്ങാനും മോശമായാൽ ശരീരത്തിലെ സർവ്വ അവയവവും നാശമാണ്. അലാ, അറിയണേ അറിയണേ സഹോദരാ സഹോദരി, വഹിയൽ ഖൽബു. ഞാൻ ഈ പറഞ്ഞതാകുന്ന മാംസപിണ്ഡം അത് ഏതെന്നറിയുമോ? അത് ഹൃദയമാണ്. ഹൃദയമാണ്. അത് നന്നായാൽ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും നന്നാകുമേ. അതെങ്ങാനും മോശമായാൽ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും കേടാകുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഹൃദയം നന്നാവാതെ ഒരിക്കലും കടക്കൂല. റമളാനിലേക്ക് കടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ടാണല്ലോ റമളാനിൽ ലൈലത്തുൽ ഖദ്ർ കിട്ടാത്ത വിഭാഗത്തെ ഉലമാക്കൾ എണ്ണിയിട്ടുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അതിൽപ്പെട്ടതാണ് മോമിനായ ഒരു മനുഷ്യനോട് പണക്കം വെച്ചവന് ലൈലത്തുൽ ഖദർ ഉണ്ടാവില്ല. അല്ലാഹു മുളക്കാക്കട്ടെ. പണക്കം വെച്ച എന്നിട്ട് പിന്നെ റമദാന് ഭയങ്കര കാര്യമായിട്ട് നോമ്പ് തുറന്നെടുത്താണ്, ഭയങ്കര കാര്യമായിട്ട് നോമ്പ് പിടിക്കുക, പള്ളിക്കകത്ത് എത്തിക്കാഫിരിക്കുകയാണ്, തൗബാക്കുടത്തിനകത്ത് കൈയിട്ടിരിക്കുക, ഒരു ഗുണവും ഉണ്ടാവില്ല. അല്ലാഹു മുളക്കാക്കട്ടെ. ആരുമായി പിണക്കമുണ്ടാകാൻ പാടില്ല. സഹോദരങ്ങൾക്കിടയിൽ, സഹോദരിമാർക്കിടയിൽ എല്ലാവരോടും സ്നേഹം, ആരോടും വിദ്വേഷമില്ല, വെറുപ്പില്ല, വൈര്യമില്ല. അങ്ങനത്തെ ഒരു ഹൃദയത്തോടു കൂടി പരിശുദ്ധമായ റമദാനിനെ സമീപിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴേ രക്ഷപ്പെടുകയുള്ളൂ. ബറാഅത്തിന്റെ രാവ് ശ്രേഷ്ഠമായ രാവാണ്. 15 രാവുകൾ വർഷത്തിലുണ്ട്. ദുആഇന് ഇജാബത്താണ്. ഇമാം ഹുസാരി റളിയല്ലാഹു അൻഹു എണ്ണി, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എണ്ണി 5 രാത്രികൾ ദുആഇന് ഇജാബത്താണ് വർഷത്തിൽ. അതിൽപ്പെട്ടതാ ബറാഅത്ത് രാവ്. കഴിഞ്ഞുപോയി. അതിനും പറഞ്ഞു ആ രാത്രിയിൽ പിണങ്ങി നിൽക്കുന്നവർക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപം പുറത്തരൂല. എല്ലാ കരുണയുള്ള ശ്രേഷ്ഠതയുള്ള രാത്രിയിലും അതിന്റെ മർമ്മപ്രധാനമായ ഭാഗമാണ്. മാതാപിതാക്കളുമായി തെറ്റി നിൽക്കുന്നവൻ, കള്ളു കുടിച്ചുകൊണ്ട് മിനിങ്ങി നടക്കുന്നവൻ, ഇവനൊന്നും ഒരിക്കലും എന്ത് ചെയ്യൂല, പരീക്ഷയുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നവൻ, ഇവർക്കൊന്നും ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാത്രി കൊണ്ട് ഗുണം ചെയ്യൂല. അതൊക്കെ ഒഴിവാകണം. അതുകൊണ്ട് റമദാൻ ഉപയോഗപ്പെടണോ, റമദാനിന് മുമ്പ് നല്ല തൗബ ചെയ്തിട്ട് റമദാനെ സ്വീകരിച്ചോ. തൗബ ചെയ്യുമ്പോൾ അതിന് നിബന്ധനയിൽപ്പെട്ടതാണല്ലോ ജനങ്ങളുമായിട്ടുള്ള ഹക്കടപാടുകൾ. അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് കണ്ട് പൊരുത്തപ്പെടിക്കുക, സാമ്പത്തികമാണെങ്കിൽ കൊടുത്തു വീട്ടുക. ഇനി അതിൽ എന്തെങ്കിലും ഇളവ് വേണമെങ്കിൽ അവരോട് നേരിട്ട് ചോദിക്കുക. അള്ളാഹുമായിട്ടുള്ള ഇടപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ റബ്ബിനോട്, പടച്ച റബ്ബിനോട് പാമോചനത്തിന് അർത്ഥിക്കുക. അള്ളാഹു കണ്ണുകൾ കൊണ്ട് ഹറാമ് കണ്ടുപോയി, കൈകൾ കൊണ്ട് ഹറാമ് പിടിച്ചുപോയി, കാലുകൾ കൊണ്ട് ഹറാമിലേക്ക് നടന്നുപോയി, എന്റെ ഹൃദയം കൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചു പോയി, എന്റെ വിരലുകൾ കൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ മൊബൈലിൽ ടൈപ്പ് ചെയ്തു പോയി. റമദാൻ വരികയാണ്, നീ എനിക്ക് പുറത്തു തരണേ റഹ്മാനെ. അള്ളാഹുവിനൊക്കെ പൊറുക്കലിനെ തേടുക, ഇസ്തിഗ്ഫാർ തേടുക. അതിന് ഏറ്റവും വലിയ സമയം തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ ഒരു 100 എണ്ണം എല്ലാ ദിവസവും ചെല്ലണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതി വഅയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ഇടയത്താഴ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെല്ലുന്നവരെ സ്വർഗീയമാകുന്ന ഉദ്യാനം അല്ലാഹു അവർക്ക് നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. അപ്പൊ ശരീരത്തെ നന്നാക്കാൻ വേണ്ടി നിസ്കാരം ഗൗനിക്കണം, ഹൃദയത്തെ നന്നാക്കണം. എങ്ങനെ? അപ്പൊ സമയം കഴിഞ്ഞല്ലോ ഉസ്താദ്, ഇനി എങ്ങനെ നന്നാക്കും? ഖുർആൻ ഓതണമെന്നാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദു. ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്ന പോലെ മനുഷ്യന്റെ ഹൃദയത്തിന് കറ പിടിക്കും. സഹാബത്ത് ചോദിച്ചു, വമാ ജിലാഉഹ. ഹൃദയത്തിന് തുരുമ്പ് പിടിച്ചാൽ, കറ പിടിച്ചാൽ അതിനെ മാറ്റാനുള്ള മാർഗം എന്താ? ഇരുമ്പിന് തുരുമ്പ് വന്നാൽ മാറ്റാൻ ഞങ്ങൾക്കറിയാം. ഈ ഹൃദയത്തിന് കറ വന്നാല്, ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്താൽ അവന്റെ കറുത്ത പുള്ളിയായിട്ട് അവശേഷിക്കുന്ന ഹദീസിലുണ്ടല്ലോ, ഇന്നൽ അബ്ദ ഇദാ അദ്നബ ദംബൻ കാനത് നുക്തതൻ സൗദാ. ഒരൊറ്റ തെറ്റ് ചെയ്താൽ തന്നെ ഒരു കറുത്ത പുള്ളിയായിട്ട് ഹൃദയത്തിൽ അവശേഷിക്കാന്നാണ്. നമ്മളൊക്കെ ചെയ്ത തെറ്റുകൾ എത്രയാണ്? ഹൃദയം അതുകൊണ്ടാണ് കടുകട്ടിയായിട്ടിരിക്കുക, കറുത്തിരണ്ടിരിക്കുകയാണ്. ആരോടും കരുണയില്ല, എല്ലാവരോടും വിദ്വേഷം, വെറുപ്പ്, വൈര്യം, മനസ്സിനൊരു ലാളിത്യ സ്വഭാവമില്ല, വിനയമില്ല. കാരണം ഹൃദയത്തിൽ അത്രയേറെ കറുപ്പായിരിക്കുകയാണ്. ഇത് റെഡിയാക്കാൻ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 2 കാര്യങ്ങൾ കൊണ്ട് പറ്റും. ഒന്ന് ദിക്റുൽ മൗത്ത്, മരണത്തെ കുറിച്ച് ചിന്തിക്കുക. ഞാൻ മരിക്കും എന്നുള്ള ചിന്ത ഓരോരുത്തർക്കും ഉണ്ടായാൽ ഹൃദയം നന്നാവും, അമലുകൾ റെഡിയാവും, ആരോടും വെറുപ്പുണ്ടാവൂല. നാളെ സുബഹിക്ക് മരിക്കാൻ നിൽക്കുന്നവൻ ആരോടാ വിദ്വേഷം? എല്ലാവരോടും പൊരുത്തപ്പെടിക്കും. ഇത് നാളെ മരിക്കുമെന്നുള്ള ചിന്തയില്ലാത്തത് കൊണ്ടാണ് അയൽവാസിയുമായി അരച്ചാണ് വഴിയുടെ വിഷയത്തിൽ ഇപ്പോഴും വഴക്കടിച്ച് നടക്കുന്നത്, ഇപ്പോഴും പ്രയാസം ഉണ്ടാക്കുന്നത്, സ്നേഹമില്ലായ്മ ഉണ്ടാകുന്നത്, മക്കളെ ആട്ടി ഓടിക്കുന്നത്, മാതാപിതാക്കളെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുന്നത്, കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നത്, സ്വന്തം കുടുംബങ്ങളെ അറുകുല നടത്തുന്നത് നാളെയുടെ ലോകത്തെ പറ്റി ഒരു ബോധവും ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ. അതില്ലാത്തത് കൊണ്ടാണ്. അതുണ്ടായാൽ ഇതൊക്കെ റെഡിയാകും. ദിക്റുൽ മൗത്ത്, മരണത്തെ കുറിച്ചുള്ള സ്മരണ. രണ്ടാമത്തതോ വതിലാവത്തുൽ ഖുർആൻ, ഖുർആനിന്റെ പാരായണമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഖുർആൻ നല്ലതുപോലെ പാരായണം ചെയ്താൽ ഹൃദയം നന്നാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹൃദയം നന്നായാൽ ശഅബാൻ കൊണ്ട് നമ്മൾ വിജയിച്ചു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അപ്പൊ ശരീരത്തെ സ്ഫുടം ചെയ്ത് ഹൃദയത്തെ തെളിച്ചിട്ട് വേണം എങ്ങോട്ട് കടക്കാൻ? റമളാനിലേക്ക് കടക്കാൻ. നമ്മൾ ഇത് രണ്ടും ചെയ്തിട്ടില്ലയോ, എല്ലാം കൂടി ഒരുമിച്ച് നാളെ തുടങ്ങാനിരിക്കുക. നിസ്കാരം തുടങ്ങണം, ഹൃദയത്തെ തെളിക്കാൻ ഖുർആനോത്തും തുടങ്ങണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് റമളാനിലിട്ട് ഇതും കൂടി അടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ റെഡിയാവണം എന്നർത്ഥം. നേരത്തെ നമ്മൾ റെഡിയാവണം. ഈ ശുചീകരണം നടത്തിയെങ്കിൽ മാത്രമേ റമളാനിലേക്ക് കടന്നിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നമ്മുടെ വീട് പരിസരം വൃത്തിയാക്കി പള്ളിയിൽ റെഡിയാക്കി സെറ്റാക്കി നേരെ അങ്ങോട്ട് കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല. റെഡിയാണെങ്കിൽ ഇതെല്ലാം ക്ലിയർ ആയിരിക്കണം. ബന്ധങ്ങളൊക്കെ പരിപൂർണമായി ചേർക്കണം. ആരെങ്കിലും ഒക്കെ ഇട്ട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ കണ്ട് പൊരുത്തപ്പെടിക്കണം. ഏതെങ്കിലും ഒരാളുമായിട്ട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിക്കാതെ നിങ്ങൾ ദുആഇന്റെ മജ്‌ലിസിൽ ഇരുന്നാൽ പോലും വല്ലാഹി ആ മജ്‌ലിസിൽ പോലും കാരുണ്യത്തിന്റെ മലക്കുണ്ടാവൂല. അതാണ് വിഷയം. നിങ്ങൾ 27-ാമിന് വന്നിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ മാമായിട്ട് പണക്കാണ്, നിങ്ങളുടെ കൊച്ചാപ്പായിട്ട് പണക്കാണ്, മൂത്താപ്പായിട്ട് പണക്കാണ്, വാപ്പായിട്ട് പണക്കാണ്, ഉമ്മായിട്ട് വേണ്ടിയിട്ട് കുറെ നാളായി, സഹോദരിയായിട്ട് പണങ്ങിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പള്ളിക്കകത്തിരുന്നാൽ ആ ഇരിക്കുന്നതായ സാലിഹീങ്ങളായ പാവപ്പെട്ടവരുടെ ദുആ പോലും അള്ളാഹു സ്വീകരിക്കില്ല. അള്ളാഹു ആക്കട്ടെ. കാരണം നീ ഒറ്റയൊരുത്തം കാരണം. ഹദീസിൽ സംഭവം ധാരാളമുണ്ട്, ഇനിയിപ്പോ അതിലേക്ക് പോകുന്നില്ല. നബിതങ്ങൾ എഴുന്നേൽപ്പിച്ചു വിട്ടിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം എഴുന്നേൽപ്പിച്ചു വിട്ടിട്ടുണ്ട് തന്റെ മജ്‌ലിസിൽ ഇരിക്കുന്നവരെ, ആരെങ്കിലും ഈ സദസ്സിൽ സ്വന്തം കുടുംബത്തോട് പിണക്കം വെച്ചവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണം, ഈ സദസ്സിൽ എഴുന്നേൽക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതേ രീതി തന്നെ സ്വഹാബത്തും ശീലിച്ചിട്ടുണ്ട്. ദുആഇന്റെ മജ്‌ലിസിൽ പ്രാർത്ഥനാ സദസ്സിൽ ദുആഇന് ഇജാബത്ത് കിട്ടണമെങ്കിൽ അവര് മാറണമെന്നാ. മാറിയില്ലെങ്കിൽ ബാക്കിയുള്ളവർ കൂടി അദാബ, ഒന്നും കിട്ടൂല എത്ര ചോദിച്ചാലും. കാരണം കാരുണ്യത്തിന്റെ മലക്കുകൾ ഉണ്ടാവൂല. ഈ രീതിയിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ദുആഇന് എങ്ങനെ ഇജാബത്തുണ്ടാകും സഹോദരങ്ങളെ? കാരണം എല്ലാവരും വാശിപ്പുറത്താണ്. അവൻ ഇങ്ങോട്ട് വന്ന് സലാം പറയട്ടെ, ഞാൻ അങ്ങോട്ട് പോവില്ല. അതുകൊണ്ട് കാര്യമില്ല, നമ്മൾ അങ്ങോട്ട് പോയി ആദ്യം സലാം പറയാം. കണ്ടാൽ തന്നെ മൈൻഡ് ചെയ്യാതെ നടക്കുന്ന ആളുകളുണ്ട്. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി മുസ്തഫ പറയുന്നത്. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി മുസ്തഫ പറയുന്നത്. മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാലും അത് അസ്ഥാനത്തെന്നാണ് തുഹഫയിലുള്ളത്. കാണുമ്പോ തന്നെ അവിടെ അസ്സലാമു അലൈക്കും, ഇതൊന്നുമില്ല, തിരിഞ്ഞേക്കുക, അവൻ ഇനി ഇങ്ങോട്ട് വന്നിട്ട് അസ്സലാമു അലൈക്കും പറയട്ടെ, നമ്മൾ കാണാത്ത പോലെ നിൽക്കാം. ഇതാണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നടക്കുന്നത്. അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ അങ്ങോട്ട് പോയിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞ് അങ്ങോട്ട് പോയി സലാം പറയാ. പിണങ്ങി നിൽക്കുന്നവർക്കിടയിൽ ആദ്യം സലാം പറഞ്ഞുകൊണ്ട് ആ പിണക്കം തീർക്കുന്നവനാരോ അവന് സ്വർഗം വാജിബായി നിർബന്ധമായെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരാള് സലാം പറയൽ സുന്നത്ത്, മടക്കലോ നിർബന്ധമാണ്. അങ്ങോട്ട് സലാം പറഞ്ഞാൽ പിന്നെ മടക്കി വെക്കണം. വഅലൈക്കും അസ്സലാം. അതിനൊന്നും മടിച്ചിക്കണ്ട. എത്ര പിണക്കമുള്ള ചിലര് സലാം പറഞ്ഞാൽ ഒരു പിണക്കം ഒന്നുകൂടെ കാണിക്കും. ഇതൊന്നും ഒരു ഗുണമില്ല. ഇതൊക്കെ ദുന്യാവാ സഹോദരങ്ങളെ. ഇതൊക്കെ സെക്കൻഡിനുള്ളിൽ തീരും. നമ്മൾ മനസ്സിലാക്കുന്ന പോലെയല്ല. 18 കോടി രൂപ വില വരുന്നതാകുന്ന ഇഞ്ചക്ഷനുകളാണ് ഇവിടെ ഓരോ രോഗത്തിന് വേണ്ടി. ഒറ്റ ഇഞ്ചക്ഷന്റെ വിലയാ പറയുന്നത് 18 കോടി രൂപ. എത്രയോ കുട്ടികൾക്ക് അങ്ങനെ എടുത്തു. ജനങ്ങളെല്ലാവരും കൂടി സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ പിരിച്ച് അവസാനം ആ കുട്ടിക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലും കുട്ടികൾ മരണപ്പെട്ടു പോയി. 18 കോടി രൂപ ലാപ്സായി പോയി. ആലോചിച്ച് നോക്ക് നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം നൽകാൻ. കോവിഡ് വന്നപ്പോ നമുക്കെന്തായിരുന്നു? വീടിന്റെ അകത്തളത്തിലിരിക്കുമല്ലേ. ഒരു ചെറിയ പനി കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചപ്പോ കച്ചവടമില്ല, ബിസിനസ് ഇല്ല, പള്ളിയില്ല, പള്ളിക്കാരില്ല, മെഹ്റാബില്ല, മിമ്പറില്ല, ഉസ്താദില്ല, മോദിനില്ല, എല്ലാ സോക്കേടും തീർന്നിട്ടുണ്ട്. നമുക്കിപ്പോ അഹങ്കാരാണ്. വീണ്ടും വീണ്ടും അഹങ്കാരം കൂടുകയാണ്. അന്ന് വളരെ ഐക്യത്തോടു കൂടി ജീവിച്ചവർ ഇന്ന് അനേകമുണ്ടാക്കുന്നു. സമുദായത്തിൽ മഹല്ലത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു. പരസ്പര സ്നേഹമില്ല, സൗഹാർദ്ദമില്ല, സന്തോഷകരമാകുന്ന ജീവിതമില്ല, കൊടുക്കൽ വാങ്ങലുകളില്ല. മുമ്പുണ്ടായിരുന്നതാകുന്ന സ്നേഹലാണുകൾക്കൊക്കെ കുറവ് വന്നുപോയി. വിദ്വേഷമാണ് മനസ്സിലെപ്പോഴും. പകയുമായി നടക്കണം. എല്ലാവരോടും വെറുപ്പാണ്. ചെറിയ മക്കൾക്ക് തന്നെ വാപ്പ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ ശത്രുക്കൾ, ഇന്ന ഇന്ന ആൾക്കാരാ ശത്രുക്കളെന്ന് ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കാം. അവനോട് മിണ്ടല്ല, അവൻ നമ്മുടെ ശത്രുവാണ്. ഇവനോട് മിണ്ടല്ല, അവൻ നമ്മുടെ ശത്രുവാണ്. ഇല്ല കൊച്ചാപ്പുണ്ട്, അവൻ നമ്മളെ കണ്ടെടുത്ത കണ്ടുകൂടാ. അവൻ അങ്ങനെ പണ്ട് ചെയ്തതാണ്. പണ്ടത്തെ കാര്യം മുഴുവൻ പറഞ്ഞ് മക്കളെ വടക്കാക്കി വെക്കുക. ഇവരുടെ ഹൃദയത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ വെറുപ്പും വിദ്വേഷവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതല്ലേ പുതിയ തലമുറ സമ്മാനിക്കുന്നത്. അതുകൊണ്ടല്ലേ മക്കളൊക്കെ പിഴച്ചു പോകുന്നത്. ദുനിയാവിന്റെ ആളുകളായി പോവാണ്. കള്ള് കുടിക്കുന്ന ചെറുപ്പക്കാർ അധികരിക്കാണ്. 5 മിനിറ്റ് കൊണ്ട് ചുരുക്കാണ്. 52.36 കോടി രൂപയാണ് കഴിഞ്ഞ ഒരു വർഷം
ലഹരി മുക്തമാകുന്ന ജീവിതം നയിക്കുന്നതിന് വേണ്ടി ഡി അഡിക്ഷൻ സെന്ററുകൾ ചെലവഴിച്ചത് സർക്കാർ 52.36 കോടി രൂപ. 12,364 പേരാണ് അവിടെ പഠിതാക്കളായി ചേർന്നത്. ഇതൊന്ന് മാറ്റാൻ വേണ്ടി, ലഹരി മുക്ത ജീവിതം നയിക്കാൻ വേണ്ടി ലഹരിയുള്ള ആളുകൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് എത്ര പേർ? 12,364 പേര്. എന്നിട്ട് എത്ര പേർക്ക് മാറി? അതിന് കണക്കില്ല. സർക്കാർ പറയുന്നു, എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു, 10,000-ലധികം വിദ്യാർത്ഥികളും അല്ലാത്തവരുമുണ്ട് സിന്തറ്റിക് ലഹരിയുടെ വാഹകരായിരുന്നു. സിന്തറ്റിക് ലഹരി എന്ന് പറഞ്ഞാൽ രാസലഹരി, MDMA, LSD പോലെയുള്ളതാകുന്ന മാരകമാകുന്ന രാസലഹരികൾ ഉപയോഗിക്കുന്നവർ. കള്ളൊക്കെ പോയി സഹോദരങ്ങൾ, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ്. കള്ളു കുടിക്കുന്ന പരിപാടിയൊക്കെ പോയി. ഇപ്പൊ കുട്ടികൾ സിറിഞ്ചടിക്കുക, ഇതൊക്കെ ഇങ്ങനത്തെ പരിപാടിയാണ്. MDMA, നാക്കിനടിയിലേക്ക് ചെറിയ പഞ്ചസാര തരി പോലെയുള്ള സാധനം വെച്ചാൽ മതി, 16 മണിക്കൂർ വരെ അതിന്റെ ഉന്മാദം നിൽക്കും, ആ ലഹരിയുടെ രസാനുഭൂതി നിൽക്കും. 48 മണിക്കൂറിനുള്ളിൽ അവന്റെ രക്തത്തിലേക്ക് അത് അലിഞ്ഞിട്ട് അവൻ അതിന് അഡിക്റ്റായി മാറും. 48 മണിക്കൂറിനുള്ളിൽ ഈ സാധനം വീണ്ടും കയ്യിൽ കിട്ടിയില്ലെങ്കിൽ എന്തും ചെയ്യും, ആരെയും ചെയ്യും. സ്വന്തം വാപ്പായെ തല്ലിക്കൊല്ലും, ഉമ്മായ വേണമെങ്കിൽ എടുത്തിട്ട് അലക്കും, എന്തും ചെയ്യും. ഇപ്പോഴും ആ ചെറുപ്പക്കാരൻ ചോദിച്ചു വന്നത് സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ടില്ലേ, ആ തള്ള ചത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. ആലോചിച്ച് നോക്ക്, ആ തള്ള അവര് പറയുന്നത് ഞാൻ കട്ടിൽ നിന്ന് വീണതാണ്. ഭർത്താവ് വന്നിട്ട് ചോദിക്കുന്നു, ഷെമി നിനക്കെന്ത് പറ്റി? അപ്പോഴും പറയുന്നു, ഞാൻ കട്ടിൽ നിന്ന് വീണതാണ്. കാരണം എന്റെ ഭർത്താവ് പോലും അറിയരുത് എന്റെ മകന്റെ ഇത്തരത്തിലുള്ള ദുസ്വഭാവം എന്ന് ആ ഉമ്മ ലോകത്തോട് വിളിച്ചോതാണ്. ഒരു ഭാഗത്ത് ഉമ്മയുടേതാകുന്ന സ്നേഹവാത്സല്യം ഇതെല്ലാ ഉമ്മമാർക്കും ഉണ്ട്. ഇവിടെ ഇരിക്കുന്നതാകുന്ന ഉമ്മമാര്, ചുളിമാനൂരുള്ള ഉമ്മമാരൊന്നും ഇതിൽ വ്യത്യസ്തമല്ല. വാപ്പയെ എപ്പോഴും തല്ലാൻ പിടിക്കുമ്പോഴും മക്കളെ പ്രൊട്ടക്ട് ചെയ്തിട്ട് തന്റെ ചിറകിനടിയിൽ തള്ളക്കോഴി കുഞ്ഞിനെ പിടിച്ചു വെക്കുന്നത് പോലെ ഉമ്മമാരാണ് എപ്പോഴും സംരക്ഷണം കൊടുക്കുക. പക്ഷെ ഈ സംരക്ഷണം ചില സമയങ്ങളിൽ നിങ്ങൾക്കെതിരാകും. ഈ ഉമ്മ അറിയുന്നില്ല, അവരിനി പുറത്തിറങ്ങിയിട്ട് അവരുടെ അസുഖമൊക്കെ മാറിയിട്ട് വരുമ്പോ പറയാണ്, നിങ്ങളുടെ ഇളയ മകനെ തല്ലിക്കൊന്നു ഇവൻ എന്ന് പറയുമ്പോഴുള്ള അവസ്ഥ. അതുപോലെ ഭർത്താവിന്റെ ഉമ്മയെ കൊന്നു, പ്രായം ചെന്നതാകുന്ന 190 വയസ്സുള്ളതാകുന്ന ഉമ്മ, അവരെ കൊന്നു. ജ്യേഷ്ഠനെ കൊന്നു, അതുപോലെ തന്നെ അവരുടേതാകുന്ന ഭാര്യയെ കൊന്നു. ഇതൊക്കെ നികൃഷ്ടമായ രീതിയിൽ ചെയ്തതാണ് എന്ന് പറയുമ്പോ അവരുടെ അപ്പോഴത്തെ അവസ്ഥ എന്താ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. അവിടെ ഞാൻ പറഞ്ഞ ലാളന കൂടാൻ പാടില്ല. നമ്മളിത് മക്കൾക്ക് ദീനില്ല, നിസ്കാരമില്ല, ഇബാദത്തില്ല, ഇതൊന്നും കൊടുക്കുന്നില്ല. ആകെ നമ്മൾ റമദാനിൽ മക്കളോട് പള്ളി പോകണമെന്ന് പറയുന്നത് എപ്പോഴാണ്? 17 രാവിലും 27. ഇല്ലെങ്കിൽ പള്ളിയിൽ എപ്പോഴെങ്കിലും വല്ല പൊതി ഉണ്ടെന്ന് അറിയണം. അപ്പൊ യൂനിസാരിയുടെ പൊതിയുണ്ട്, പള്ളി പോണം കേട്ടോ, ആരും നിസ്കരിക്കുക. കാരണം ഇവന്റെ പൊതി കിട്ടിയിട്ട് അപ്പച്ചമ്പി കയറ്റി ആവിയാക്കി അപ്പാക്ക് 3 നേരം കൂടെ അടിക്കുക. അതാണ് ഇനി ഇവനെ പറഞ്ഞു വിടുക. 17 രാവിലും 27 ഇവനെ എങ്ങനെങ്കിലും പള്ളി പറഞ്ഞു പള്ളി പറച്ചിലാക്കി ഇട്ട് കഴിഞ്ഞാൽ എന്തൊരു ഈമാനും തക്കുപോയി. പാപ്പ പള്ളി പോകുമ്പോ കൂടെ മകനെ കൂടി കൂട്ട്. ഉമ്മ തറാവീഹ് നിസ്കരിക്കുമ്പോ മകളെ കൂടി ചേർത്ത് നിസ്കരിക്ക്. അവ്വൽ വക്കത്തിൽ നിസ്കരിക്ക്. എത്ര റാഹത്തുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധിക്കുക, നിങ്ങള് മക്കളുടെ വിഷയത്തിൽ ജാഗ്രത പുലർത്ത്. അയ്യുഹല്ലദീന ആമനൂ, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ശത്രുക്കളായേക്കാം. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കുള്ള ശത്രുക്കളാകാമെന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ഫഹദറൂഹും, അവരുടെ വിഷയത്തിൽ നിങ്ങൾ ജാഗ്രത പുലർത്തണേ. അവരുടെ ഒന്ന് ഗൗരവമായി ശ്രദ്ധിക്കണേ. മക്കൾ എങ്ങോട്ടാണ് പോകുന്നത്? എത്ര മണിക്കാണ് പോകുന്നത്? ഏത് ക്ലാസ്സിലേക്കാണ് പോകുന്നത്? എവിടേക്കാണ് വരുന്നത്? ഇപ്പൊ ആ പ്രണയമുള്ളതാകുന്ന പെൺകുട്ടി ഫർസാന എന്ന് പറയുന്ന സഹോദരി പോയത് എങ്ങനെ? ട്യൂഷന് പോവാന്ന് പറഞ്ഞിട്ടാണ് പോയത്. ആലോചിക്കണം നിങ്ങൾ. എന്നിട്ട് എവിടെയാ പോയത്? കാമുകന്റെ വീട്ടിലാ പോയത്. അവസാനം വീട്ടിൽ അവൾ ട്യൂഷൻ കഴിഞ്ഞ് വരുമെന്ന് വീട്ടിൽ തിരിച്ചെത്തിയതാകുന്ന ഉമ്മാക്കും വാപ്പാക്കും അവളുടെ ബോഡിയാണ് കൊണ്ടുവരുന്നത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ബോഡിയാണ് വീട്ടിലേക്ക് എത്തുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ആ ഫോട്ടോസൊക്കെ മീഡിയക്കാർ പറയുന്നു അതൊന്നും പുറത്ത് കാണിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് അത്രയേറെ വികൃതമാക്കിയിരുന്നു മുഖം എന്നാണ്. നെറ്റിയൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് ആംബുലൻസിന്റെ ഉദ്യോഗസ്ഥർ അവർ പറയുന്നു, ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ബുള്ളറ്റ് തെറച്ചാണെന്ന് തോന്നുകയാണ്. അതുപോലെ വലിയ അഗാധമാകുന്ന കുഴിയായിരുന്നു. നല്ല ചുറ്റി കൊണ്ട് അടിച്ചിട്ട് നെറ്റി പൊട്ടിച്ചിരിക്കാൻ, തീ ആകൃതിയിലെ തലയൊക്കെ പൊട്ടിച്ചിരിക്കാൻ. ആലോചിച്ചു നോക്ക്, എന്താണെന്ന് ആലോചിച്ചു നോക്ക് സഹോദരങ്ങളെ. നമ്മുടെ മക്കളുടെ വിഷയത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഖുർആൻ പറഞ്ഞതാണ്,
നിങ്ങളുടെ ശത്രുക്കളാകും നാളെ മഹ്ശറയിലെത്തുമ്പോ നിങ്ങൾക്ക് എതിരായിട്ട് ഈ മക്കൾ നിന്നുകൊണ്ട് അള്ളാഹിന്റെ മുന്നിൽ നിന്നിട്ട് പറയും, അള്ളാഹു എനിക്ക് ദീൻ നൽകിയിട്ടില്ല, ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, ഹദീസ് പഠിപ്പിച്ചിട്ടില്ല, മദ്രസയിലേക്ക് വിട്ടിട്ടില്ല, നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല, ഖുർആൻ ഓതാൻ പഠിപ്പിച്ചിട്ടില്ല, ഖുർആൻ ഓതാൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, ഒരു വഖത്ത് പോലും നമസ്കരിക്കാൻ വാപ്പ ഞങ്ങൾക്ക് ശാസന നൽകിയിട്ടില്ല, ഉമ്മ ഞങ്ങൾക്ക് നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങളോട് ചേർന്നുകൊണ്ട് ഉമ്മ നിസ്കരിക്കാൻ ഇന്ന് വരെ തയ്യാറായിട്ടില്ല. അവർ സീരിയലിന്റെ ലോകത്തായിരുന്നു, അവർ റീൽസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവർ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അവർ ഖുർആൻ ഓതുന്ന ആളുകളായിരുന്നില്ല. നാളെ അള്ളാന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് മാതാപിതാക്കൾക്ക് എതിരിൽ മക്കൾ പറയും. ഖുർആനാണ് ഇത് പറഞ്ഞത്, എന്റെ വാക്കല്ല. റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീലാ റബ്ബനാ آتِهِمْ ضِعْفَيْنِ مِنَ الْعَذَابِ رَبَّنَا آتِهِمْ ضِعْفَيْنِ مِنَ الْعَذَابِ وَالْعَنْهُمْ لَعْنًا كَبِيرًا. നാളെ അള്ളാന്റെ കോടതിയിലേക്ക് എത്തുമ്പോ മക്കൾ അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവേ ഞങ്ങളെ വഴിപിഴപ്പിച്ചവർ ഇവരാണ് അള്ളാ, ഞങ്ങളുടെ മാതാപിതാക്കളാണ്, ഞങ്ങളുടെ നേതൃത്വമായിരുന്നു, ഞങ്ങളുടെ നേതാക്കളായിരുന്നു, സിനിമ കാണാൻ പ്രോത്സാഹിപ്പിച്ചത് ഇവരാണ്, ഫാമിലി തിയേറ്ററിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി ഫാമിലി പടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മോശപ്പെട്ട പടങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയവരാണ്, ഗെയിമിന്റെ ലോകത്തേക്ക് വിഹരിക്കാൻ ഞങ്ങൾക്ക് ലാപ്ടോപ്പ് നൽകി സംവിധാനിച്ചതും ഇവർ തന്നെയാണ്. ഫഅളല്ലൂന സബീലാ, ഞങ്ങളെ വഴിപിഴപ്പിച്ചത് ഇവരാണ് അല്ലാ. അതുകൊണ്ട് റബ്ബനാ ആതിഹിം ളഅഫൈനി മിനൽ അദാബ്, നിന്റെ കഠിനമാകുന്ന ശിക്ഷയിൽ നിന്ന് ഇരട്ടി ശിക്ഷ നൽകി ഇവരെ നീ പ്രയാസപ്പെടുത്തണേ അല്ലാ. ഇവർക്കാണ് ഇരട്ടി ശിക്ഷ കൊടുക്കേണ്ടത്, എന്നെ നീ പ്രയാസപ്പെടുത്തരുത് അല്ലാ. വൽഅൻഹും ലഅനാ കബീറാ, ഇവരെയാണ് നീ ശപിക്കേണ്ടത് അല്ലാ, ശാപവാക്ക് ചൊരിയേണ്ടത് ഇവരെയാണ്. ഇവർ നന്മയുടെ വഴിത്താരയിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടില്ല അല്ലാ. റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജഅൽഹുമാ തഹത അഖദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. നാളെ കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് ഇത്തരത്തിലുള്ളതാകുന്ന മക്കളെ അല്ലാഹു വലിച്ചെറിയുമ്പോ ദുനിയാവിൽ മാതാപിതാക്കൾ അവഗണിക്കുകയും അവരെ ചീത്ത വിളിക്കുകയും അവരെ ശകാരിക്കുകയും മോശപ്പെട്ട സിനിമകൾ കാണുകയും അശ്ലീല ലോകത്തേക്ക് കണ്ണുനട്ടിരിക്കുകയും ചെയ്യുന്ന മക്കളില്ലേ, നമസ്കാരമില്ലാത്തവരാണ്, റമദാനിൽ നോമ്പ് പോലും നോക്കാത്തവരാണ്, സക്കാത്ത് കൊടുക്കാത്തവരാണ്, പാവങ്ങളുടെ കണ്ണീരപ്പാത്തവരാണ്, നിരാലംബർക്ക് അവലംബമാകാത്തവരാണ്, നിരാശർക്ക് ആശ്രയത്വം കൊടുക്കാത്തവരാണ്, അടിച്ചുപൊളി ജീവിതയുടെ വക്താക്കളാണ്, ഹറാമായ തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകുന്നവരാ. നാളെ അള്ളാന്റെ കോടതിയിലേക്ക് എത്തുമ്പോ മാതാപിതാക്കളെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ മക്കളെ അള്ളാഹിനോട് പറയുമത്രേ, അള്ളാഹുവേ പടച്ച റബ്ബേ, ഞങ്ങൾക്ക് നൽകുന്ന ഈ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് എന്റെ വാപ്പയെ എന്റെ ഉമ്മയെ നീ ഇടണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെ ഒന്ന് കാണിച്ചു തരണേ അല്ലാ. അവരെ ഞങ്ങളുടെ കാൽച്ചുവട്ടിലിട്ടുകൊണ്ട് ഒന്ന് ചവിട്ടിയിട്ട് അവരുടെ മുതുകത്ത് കയറി നിന്ന് ഞങ്ങൾ ഈ നരകത്തിന്റെ ചൂടിൽ നിന്ന് ആശ്വാസം കൊള്ളട്ടെ അല്ലാ. നാളെ അള്ളാന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് മക്കളെ പറയും.
അന്ന് ഒരാളുടെയും ശുപാർശ അല്ലാഹു സ്വീകരിക്കില്ല. ഈ ദുനിയാവിൽ നന്മ ചെയ്തവർക്ക് സ്വർഗമാണ്, തിന്മ ചെയ്തവർക്ക് നരകമാണ്. അതുകൊണ്ട് ചുള്ളിമാനൂരിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ സഹോദരാ, മനോഹരമാകുന്ന ഒരു ടൗണിൽ സുന്ദരമാകുന്ന രീതിയിൽ അല്ലാഹു ഒരു പള്ളിയെ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ പള്ളിയെ ഖുർആനോത്തുകൊണ്ട്, ദിക്റുകൾ കൊണ്ട്, നിസ്കാരങ്ങൾ കൊണ്ട്, ഔറാദുകൾ കൊണ്ട് ധന്യമാക്കണേ. ഈ പള്ളിയിൽ നിന്ന് മുഴങ്ങുന്ന ബാങ്കുകൾ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാൻ പ്രാർത്ഥിക്കണേ. ഹറാമായ തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകാതെ നിങ്ങൾ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കണേ. പുണ്യമായ റമദാനിന് വേണ്ടി ശരീരത്തെ സുഡം ചെയ്ത് അഥവാ നമസ്കാരത്തെ ക്രിയാത്മകമാക്കി ഹൃദയത്തെ നന്നാക്കുകയും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് റമദാനിലേക്ക് കടക്കണേ. ഇദാ ജാഅ റമദാനു ഫുതിഹത് അബ്വാബുൽ ജന്ന. സ്വർഗം അലങ്കരിച്ചിട്ട് ആ സ്വർഗത്തിന്റെ വാതിലുകൾ അല്ലാഹു തുറന്നിടുന്നതായ ദിവസമാണ്. പരിശുദ്ധമായ റമദാൻ കടന്നു വന്നാൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. നരകത്തിന്റെ വാതിലുകൾ അല്ലാഹു കൊട്ടിയടയ്ക്കുകയാണ്. പിശാചുക്കളെ ചങ്ങലക്കിടുന്നതായ മാസമാണ്. സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളിലേക്ക് പാറിക്കളിക്കാൻ ലക്ഷ്യമിടുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, റമദാൻ നിനക്ക് സ്വാഗതമാണ്. ഒരു നന്മ ചെയ്താൽ ഒരു ഫർളിന്റെ പ്രതിഫലമാണ്. ഒരു ഫർൾ അനുഷ്ഠിച്ചാൽ 70 ഫർളുകളുടെ പ്രതിഫലമാണ്. ലൈലത്തുൽ ഖദർ കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്, ശ്രേഷ്ഠമായ മാസമാണ് റമദാൻ. പുണ്യങ്ങളുടെ പൂക്കാലമാണ്. ആഖിറത്തിലേക്ക് എത്തിപ്പെടാൻ, ദുനിയാവിൽ വിജയിക്കാനുള്ള മാർഗമാണ് റമദാൻ. എല്ലാ തെറ്റുകുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് അല്ലാഹുവിലേക്ക് തൗബ ചെയ്താൽ തൗബ സ്വീകരിക്കുന്ന മാസമാണ് റമദാൻ. കാരുണ്യത്തിന്റെ 10 റമദാൻ, മഗ്ഫിറത്തിന്റെ 10 റമദാൻ, നരകീയ മോചനത്തിന്റെ ദിനരാത്രങ്ങൾ നൽകി അല്ലാഹു ആദരിച്ച മാസമാണ് വിശുദ്ധമായ റമദാൻ. അതുകൊണ്ടല്ലേ ഓരോ സത്യവിശ്വാസികളും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹരി റമളാൻ ഉതഖാ വതുലഖാ വഖുലസാ വഉമനാ മിനൻ നാർ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് എല്ലാ ദിവസവും കോടാനു ആളുകള് നരകത്തിൽ നിന്ന് മോചനപത്രം കൊടുത്ത് അവരുടെ പിരടിയെ മോചിപ്പിച്ച് അവർക്ക് നിർഭയത്വം കൊടുക്കുന്നതായ അല്ലാഹ്, ഇജഅൽനാ മിൻ ഉതഖായിക വതുലഖായിക വഖുലസായിക വഉമനായിക മിനൻ നാർ. ആ നരകത്തിൽ നിന്ന് മോചനപത്രം കിട്ടിയ, പിരടിയെ മോചിപ്പിച്ച, നിർഭയത്വം കിട്ടിയതായ സാധുക്കളിൽ പാപികളായ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തണേ അല്ലാഹ്, ഉൾപ്പെടുത്തണേ അല്ലാഹ്. നരകീയ മോചനം നേടിയെടുക്കേണ്ട മാസം അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് അതിനുവേണ്ടി ഉപയുക്തമായി മാറ്റിക്കോ, നമ്മുടെ കൽബ് അതിനുവേണ്ടി മാറ്റിവെച്ചോ. ഒരാളോടും വിദ്വേഷവും വെറുപ്പും വേണ്ട, എല്ലാവരുടെ നല്ല സ്നേഹവും സൗഹാർദ്ദവുമായി ജീവിക്കുക. ആരുടെങ്കിലും പണക്കമുണ്ടെങ്കിൽ നാളെ രാവിലെ തന്നെ, എത്രയും വേഗം, രാവിലെ എന്ന് പറഞ്ഞാൽ എത്രയും വേഗം തന്നെ അർത്ഥം, അവരെ കണ്ട് പൊരുത്തപ്പെടിക്കുക. അതിനൊന്നും ഒരു മടിയും വേണ്ട. കാരണം ഈ റമദാനെങ്കിലും നമുക്ക് വിജയിച്ചെടുക്കണം. വയസ്സ് 30, 40, 50, 60 ഒക്കെ കഴിഞ്ഞു. താടി രോമങ്ങളും തലയിലെ രോമകൂപങ്ങളും ഒക്കെ നരച്ചു. ഈ ഒരു റമദാൻ നമുക്ക് കിട്ടിയാൽ മാഷാ അല്ലാഹ് രക്ഷപ്പെട്ടു. സ്വഹാബത്ത് അതുകൊണ്ട് തന്നെ 6 മാസം മുമ്പ് തന്നെ റമദാൻ എത്താൻ ദുആ ചെയ്തിരുന്നു സ്വഹാബത്ത്. റമദാൻ കഴിഞ്ഞാലോ പിന്നീടുള്ള 6 മാസം റമദാനിൽ ചെയ്ത നന്മകൾ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്തിരുന്നു. വീണ്ടും അടുത്ത 6 മാസം മുമ്പ് തന്നെ വീണ്ടും തുടങ്ങും, അല്ലാഹു റമദാൻ എത്തിക്കണേ. അങ്ങനത്തെ ഏറ്റവും ശ്രേഷ്ഠമായി കണ്ടിരുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ നമ്മുടെ മുന്നിലെത്തി. അതുകൊണ്ടാണ് മലക്ക് വിളിച്ചു പറയുന്നത്, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, അല്ലയോ ഖൈർ തേടുന്നവരെ കടന്നു വാ. വയാ ബാഗിയ ശർരി, ശർറിന്റെ വാഹകരെ അഖ്സിർ, നിങ്ങളുടെ ഈ തെറ്റുകളൊക്കെ ഒന്ന് കുറയ്ക്ക്, എല്ലാം ഒഴിവാക്ക്, നന്മയിലേക്ക് കടന്നു വാ. നന്മ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാസം
ഏറ്റവും നല്ല സുഹൃതങ്ങളുടെ മാസം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ബന്ധങ്ങളെ ചേർത്ത്, അയൽപക്ക ബന്ധങ്ങളെ, സമൂഹ ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ ചേർത്ത് വെച്ച് പുണ്യമായ റമദാനിൽ നോമ്പ് തുറ സൽക്കാരങ്ങളിലൊക്കെ നടത്തി സാധുക്കളായ ആളുകളെ, സഹാബത്ത് പറഞ്ഞു, അള്ളാന്റെ റസൂലെ ലൈസ കുല്ലുനാ മാ നജിദു ലിനുഫത്തിറ സായിം, നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കാൻ മാത്രമുള്ള വിഭവങ്ങളൊന്നും ഞങ്ങളുടെ കൈവശമില്ല എന്ന് നബിതങ്ങളോട് പരിഭവം പറഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു, യുഅത്തില്ലാഹു ഹാദ സവാബ, നോമ്പുകാരുടെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പ് പിടിച്ചതാകുന്ന ആളുകളുടെ അതേ തത്തുല്യമായ പ്രതിഫലം നോമ്പ് തുറപ്പിച്ചവനും അള്ളാഹു കൊടുക്കും. മാത്രമല്ല പാപമോചനം കൊടുക്കും, നരകീയ മോചനം കൊടുക്കും എന്നൊക്കെ നബിതങ്ങൾ വാഴ്ന്നു പറഞ്ഞപ്പോ അത് കേട്ടിട്ട് ആശങ്കപ്പെട്ടുകൊണ്ട് സഹാബത്ത് പറഞ്ഞു, വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാനത് ഞങ്ങളുടെ കയ്യിലില്ല. നബിതങ്ങൾ പറഞ്ഞു, ഈ പ്രതിഫലം വേണോ? യുഅത്തില്ലാഹു ഹാദ സവാബ മൻ ഫത്തറ സായിമൻ ബിതംറത്തിൻ ഔ ബിശർബത്തിൻ മിമ്മാ, ഒരു കവിൾത്തടം വെള്ളം കൊടുത്താലും ഒരൊറ്റ കാരയ്ക്ക് കൊടുത്തുകൊണ്ട് നോമ്പ് തുറപ്പിച്ചാലും അവനും ഈ പ്രതിഫലം കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പള്ളികളിലൊക്കെ ഈത്തപ്പഴം, കാരക്ക, അല്ലെങ്കിൽ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി നമ്മുടെ അയൽവക്കങ്ങളിലൊക്കെ ഒരു 10 വീട്ടിലെങ്കിലും ഒരു 10 പാക്കറ്റെങ്കിലും ഈത്തപ്പഴം വാങ്ങിച്ചു കൊടുത്ത്, ചെറിയ അരക്കിലോടെ പാക്കറ്റെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാതില്ല. എല്ലാവർക്കും അത് കഴിയും. അതിലൊക്കെ ഉന്നതമായ പ്രതിഫലമാണ്, വലിയ വലിയ പ്രതിഫലമാണ്. ജമാഅത്തായിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മുടെ പള്ളി എന്ന് പറയുന്നത് ടൗൺ കേന്ദ്രീകൃതമാണ്. ഒരുപാട് ആളുകൾ ഉദ്ഘാടനം കൂടി കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് നോമ്പ് തുറക്കൊക്കെ വേണ്ടി വലിയ തിരക്കുണ്ടാകും, ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളതാകുന്ന പള്ളികൾ, മുസാഫിരീങ്ങൾ അധികരിക്കുന്നതാകുന്ന പള്ളികൾ, ജുമുഅത്ത് പള്ളികളിലൊക്കെ നോമ്പ് തുറപ്പിച്ച് ആ വിഷയങ്ങളിലൊക്കെ പ്രത്യേകം ജാഗ്രത പുലർത്തണം. ആത്മീയമായ നിലയിൽ എല്ലാവരും ഐക്യവും നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഭിന്നിക്കാതെ ഒറ്റക്കെട്ടായി നിലകൊള്ളുന്ന സമുന്നതരായ ഉസ്താദുമാരുടെ നേതൃത്വം അൽഹംദുലില്ലാഹ് നമുക്കുണ്ട്. ഒന്നിരാകുന്ന കടക്കൽ അബ്ദുൾ റഷീദ് ഉസ്താദിന്റെയും സമുന്നതരായ ഉസ്താദുമാരുടെയും നേതൃത്വം നമുക്കുണ്ട്. ആ നേതൃത്വങ്ങളെ മാനിച്ച് മസലകളൊക്കെ അവരോട് ചോദിച്ച് ദീനിയായ കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ല രീതിയിൽ അമൽ ചെയ്ത് മുന്നേറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. നമ്മുടെ ഈ നാടിന്റെ ഐക്യം, ഈ സ്നേഹബന്ധം, ഈ കൂട്ടായ്മ അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. ഒരുപാട് ആളുകളുടെ വലിയതാകുന്ന താല്പര്യവും വലിയതാകുന്ന ഇഷ്ടവും അൽഹംദുലില്ലാഹ് അതിന്റെ പൂർത്തീകരണമാണ്. ഒരു സ്ഥലം പോലും ഒഴിവാകാതെ എല്ലാം വളരെ റാഹത്തായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇതിന്റെ പണി പോയിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഇതിന്റെ മാസ്റ്റർ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സന്തോഷം. എല്ലാ ഭാഗവും, എല്ലാ അരികും മൂലയും ഓരോ വിഷയങ്ങൾക്ക്, സ്ത്രീകൾക്കുള്ള നിസ്കാരമുറി വരെ, ഞാൻ അവിടെ എന്റെ വാഷ്റൂം വരെ കണ്ടു. ഇന്നിപ്പം അവിടെ അതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്രയേറെ അൽഹംദുലില്ലാഹ് എല്ലാ സ്ഥലങ്ങളും പരിമിതമായ ആ സ്ഥലങ്ങൾ ഉള്ളതെല്ലാം ഉപയോഗപ്പെടുത്തി വളരെ വിശാലമായ നിലയിൽ പള്ളി ഇന്ത്യയിലൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇത് നമ്മളതിനെ ഇബാദത്ത് കൊണ്ട് സജീവമാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് ഉപകരിക്കുന്ന ഒരു മജ്‌ലിസ് അള്ളാഹു കബൂലാക്കട്ടെ. റമളാന്റെ മുന്നൊരുക്കം എന്ന നിലയ്ക്ക് നല്ല രീതിയിൽ അത് തയ്യാറെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മഹല്ലത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. സുബ്ഹിക്ക് ശേഷം വിനീതിനോടൊപ്പം റൂഹി ബയാൻ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുന്ന, യൂട്യൂബിലൂടെ ലൈവായി മജ്‌ലിസിൽ ഭാഗവാക്കാകുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു പരിപൂർണമായ ആഫിയത്തും സിഹത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. സർവോപരി നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി നൽകി അനുഗ്രഹിക്കട്ടെ.